നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ ഡിവൈസിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രമേഹത്തിൻ്റെ നിയന്ത്രണം മെച്ചപ്പെടുത്താനായി ഓരോ വർഷം പോകുന്തോറും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ് എപ്പോഴും മോഡേൺ മെഡിസിനിൽ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും ഒരു പ്രമേഹ രോഗിയുടെ ഷുഗർ നിയന്ത്രിക്കാനായിട്ട് വരുന്ന ഒരു പ്രോബ്ലം ശരിക്കും ഈ 24 മണിക്കൂറിൽ ഈ ഒരു രോഗിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൻ്റെ വ്യതിയാനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗേഴ്സ് എപ്പോഴും കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ അരമണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഷുഗർ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ടൈറ്റായിട്ടൊരു ഗ്ലൂക്കോസ് കൺട്രോൾ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഒരു കൺട്രോൾ കിട്ടാനായിട്ട് പലപ്പോഴും നമുക്ക് പല പ്രമേഹ രോഗികൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫാസ്റ്റിംഗ് PPBS ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് നമ്മൾ ഇൻറ്റൻസീവായിട്ടുള്ള ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യും, HbA1c നോക്കും. ഇതെല്ലാം ഇതിൻ്റെ ഒരു സറഗേറ്റായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനും അതിനനുസൃതമായ രീതിയിൽ ഇൻസുലിൻ അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മരുന്നിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളുമൊക്കെ കൃത്യമായി കൊണ്ടുവന്ന് അങ്ങനെ പ്രമേഹത്തെ നിയന്ത്രിക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്താലും പലപ്പോഴും നമുക്ക് ഡിഫിക്കൽറ്റി വരാറുണ്ട്. പല പേഷ്യൻസ് ഇവിടെ വരുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് എന്നെ കാണാൻ വരുമ്പോൾ അവരുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്ലൂക്കോസ് കൺട്രോൾ വളരെ ബ്രിട്ടിലാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷുഗർ കൂടുന്നു, പെട്ടെന്ന് താഴുന്നു, അല്ലെങ്കിൽ രാത്രി കാലത്ത് അവരറിയാതെ ഷുഗർ താഴ്ന്നു പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ പേര് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ എന്നാണ്. ഇപ്പോൾ ഇത് പുതിയൊരു ഡിവൈസാണ്. നമുക്കിതിപ്പോൾ ഏകദേശം ഒരു 4 ആഴ്ചയായിട്ട് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഏർലിയർ ഡിവൈസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കൂടി ഒരു ഇമ്പ്രൂവ്ഡ് വെർഷനാണ്. ഇത് ലിബ്രേറ്റ് 2 എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററാണ്. അപ്പോൾ ഈ ഡിവൈസ് നിങ്ങൾ കാണുമ്പോൾ ഇത് ഇത്രയും വലിയ ഒരു പാക്കറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് ഈ വീഡിയോയ്ക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിട്ട് ഞാൻ തന്നെ അത് എൻ്റെ മേത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രമേഹ രോഗമില്ല, എന്നിരുന്നാലും നമുക്ക് നോക്കാം, നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഷുഗർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കുന്നതല്ലോ, ഇതുപോലെ ഒരു ചെറിയൊരു ₹1 കോയിൻ പോലെ നമ്മുടെ കൈയിൻ്റെ സൈഡിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്ന ഒരു സെൻസറാണ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഇരിക്കുകയും അത് ഈ നമ്മുടെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി ലിങ്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഫോണിൻ്റെ അകത്തൊരു ആപ്പുണ്ട്, അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് വഴി ലിങ്കാണ്. എല്ലാ 1 മിനിറ്റ് കൂടുമ്പോഴും ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഇൻഫർമേഷൻ നമ്മുടെ ആപ്പിൽ നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഷുഗർ കാണാം, 102 എന്നുള്ള വാല്യൂ ആണ് ഇപ്പോൾ കാണുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ഓരോ മിനിറ്റും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആർക്കും ഡിപ്ലോയ് ചെയ്യാം, പക്ഷേ നമ്മളിത് ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗമുള്ളവർക്കാണ്. ഇത് എല്ലാ മിനിറ്റും നിങ്ങളുടെ ഷുഗർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം. 2, ഇതിൻ്റെ അകത്ത് ഈ ആപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഷുഗർ താഴ്ന്നു പോകുമ്പോൾ അലാം അടിക്കാനും അല്ലെങ്കിൽ ഷുഗർ കൂടി പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് അലാം അടിക്കാനും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ വളരെ ബ്രിട്ടിലായിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സമയത്ത് ഷുഗർ താഴ്ന്നു പോകുന്ന സാഹചര്യങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിനൊരു ഏർലി വാർണിംഗ് കിട്ടും. എന്നുവെച്ചാൽ ഈ ഡിവൈസ് തന്നെ നമുക്ക് ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ലെവലിൻ്റെ അടുത്തേക്ക് ആകുമ്പോഴത്തേക്കും അലാം അടിക്കും, അല്ലെങ്കിൽ ഷുഗർ കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് അലാം ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒന്ന്, നമുക്ക് നമ്മുടെ ഷുഗർ എപ്പോഴും മോണിറ്റർ ചെയ്യാം, അതിന് കുത്തേണ്ട കാര്യമില്ല. നമുക്ക് വെറുതെ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ എൻ്റെ ഷുഗർ 98 ആണ്. അപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ശരിക്കും ഉള്ളത് ഇതുപോലെയുള്ള ബ്രിട്ടിൽ ഡയബറ്റീസ് ഉള്ളവരിൽ അല്ലെങ്കിൽ ഷുഗറിലെ വ്യതിയാനങ്ങൾ പെട്ടെന്ന് എന്താണെന്നുള്ളത് മനസ്സിലാവാൻ സാധ്യത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം വെച്ചാൽ നമുക്ക് രാത്രി കിടക്കുമ്പോൾ രാവിലെ ഇത് നമുക്ക് ഗ്രാഫ് രൂപത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ ഒരു ഡെയിലി പാറ്റേൺ നമുക്ക് എടുത്ത് നമുക്കത് ഗ്രാഫ് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ ദിവസത്തെയും നമുക്ക് പാറ്റേൺ എങ്ങനെയാണ് നമ്മുടെ ഷുഗർ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്, ഏത് ആഹാരം കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ ഷുഗർ കൂടുന്നത്. അപ്പോൾ ഞാനിത് ഡിപ്ലോയ് ചെയ്തിട്ട് എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഓരോ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഏത് ആഹാരത്തിലാണ് ഷുഗറിൻ്റെ വ്യതിയാനം എങ്ങനെയാണ് വരുന്നത്, നമുക്ക് പ്രമേഹ രോഗം ഇല്ലെങ്കിലും ആ ഗ്ലൂക്കോസിൻ്റെ വേരിയേഷൻ, ഇപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു പഴം കഴിച്ചാൽ എങ്ങനെയായിരിക്കും, ഇതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് മനസ്സിലാക്കി ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ആഹാരം ക്രമീകരിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്.
പിന്നെ വേറെ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന 1-2 പേഷ്യൻസിന് ഇതിനൊരു ബെനിഫിറ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് അവരുടെ അമ്മയായിട്ട് വന്നു. കുറച്ച് പ്രായം ചെന്ന സ്ത്രീയാണ്. അതുകൊണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവരുടേതായൊരു സിസ്റ്റത്തിൽ കൂടെ മുന്നോട്ട് പോകണം. പക്ഷേ എന്നാൽ ഈ മകന് അമ്മയുടെ ഷുഗറിൻ്റെ കൺട്രോൾ കുറച്ചുകൂടി മെച്ചമാക്കണമെന്നുണ്ട്. അതിനെ എങ്ങനെ ഇത് മോണിറ്ററിങ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. അപ്പോൾ അതിനും നമ്മളിത് ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ അകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സെൻറ്ററിന് ഇത് വ്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കാം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഇത് ഈ സാധനം നിങ്ങളുടെ ഫോണിലേക്ക് ഇതിൻ്റെ ഡാറ്റ വരും. അതേ സമയത്ത് തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ലാപ്ടോപ്പിൽ ഇത് അടിച്ചു നോക്കിയാൽ ഞങ്ങൾക്കും എല്ലാ ഈ വാല്യൂസും ഗ്രാഫും എല്ലാം നിങ്ങൾ ഇവിടെ വരാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ തന്നെ എല്ലാ ദിവസവും ഇവിടെ റിവ്യൂ ചെയ്ത് റിമോട്ട്ലി അവരെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ കഴിഞ്ഞ 24 മണിക്കൂറിൽ നിങ്ങളുടെ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുക്കുന്ന ഇൻസുലിൻ ഈ രീതിയിൽ മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ അത് ഇവിടെ ഒരു കുറവ് വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത രീതിയിൽ രാത്രി നിങ്ങൾക്ക് ഷുഗർ താന്നു പോകുന്നുണ്ട്. പലതും അങ്ങനെ കാണാറുണ്ട്. രാത്രി 12 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഷുഗർ താന്നു പോകുന്നു. അത് സാധാരണ നമ്മളത് പിക്ക് ചെയ്യത്തില്ല, കാരണം ആ സമയത്ത് ആരും എഴുന്നേറ്റ് ഷുഗർ നോക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് ചെറിയ കുട്ടികൾക്ക് പ്രമേഹ രോഗമുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് മാതാപിതാക്കൾക്ക് ഇതൊരു വളരെ ഒരു വലിയ ഹെൽപ്പാണ്. കാരണം അവർക്ക് അവരുടെ ഫോണിൽ ഈ ആപ്പ് ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നുകൊണ്ടും അവർക്ക് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. കൊച്ചിൻ്റെ ഷുഗർ താന്നു പോകുന്നുണ്ടോയെന്ന് കൊച്ചിനെ ഉണർത്തേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഷുഗറിൻ്റെ വ്യതിയാനം എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 4 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് പ്രമേഹ രോഗമുള്ളവർക്ക് അവരുടെ ഷുഗറിൻ്റെ കൺട്രോൾ മെച്ചപ്പെടുത്താനും പ്രമേഹ രോഗത്തിൻ്റെ വ്യതിയാനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ നമുക്ക് ഏത് സെൻറ്ററാണോ നിങ്ങൾക്കിത് ഡിപ്ലോയ് ചെയ്ത് തരുന്നത് അവിടുന്ന് തന്നെ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരാത്ത രീതിയിൽ തന്നെ നമുക്കിത് മോണിറ്റർ ചെയ്ത് ഫോണിൽ കൂടെ അഡ്വൈസ് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെൻസർ ഡിപ്ലോയ് ചെയ്താൽ നമുക്ക് 15 ദിവസമാണ് അത് വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഈ സെൻസറിന് ഏകദേശം 16,000 രൂപ വിലയുണ്ട്. അത് 15 ഡേയ്സ് വർക്ക് ചെയ്യും. 15 ഡേയ്സ് കഴിഞ്ഞാൽ ഈ സെൻസർ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ സെൻസർ നമ്മൾ പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും വെക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു സെൻസർ ഡിപ്ലോയ് ചെയ്യണം. അതല്ല, ആ 15 ഡേയ്സിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഒരു നൂതനമായ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഷുഗറിൻ്റെ ഒരു കൺട്രോള് അല്ലെങ്കിൽ അതിൻ്റെ ആ രീതി ട്രീറ്റ്മെൻറ്റ് രീതി മെച്ചപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഈ ലിബ്രേ 2 എന്ന് പറയുന്ന ഡിവൈസ്. ഇനി ഇതിൻ്റെ ആക്യുറസിയും കൂടിയും പറഞ്ഞിട്ട് നിർത്താം. ഇതിൻ്റെ ആക്യുറസി, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആക്യുറസി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് MARD എന്ന് പറയുന്ന ഒരു വാല്യൂയിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ MARD ഒരു 9.3% ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് റീസണബിളി വളരെ ആക്യുറേറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് കിട്ടുന്ന വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലിനിക്കൽ ഡിസിഷൻസ് എടുക്കാം എന്നുള്ളതാണ് ആ വാല്യൂവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു ടെക്നിക്കൽ വാല്യൂ ആണ്. പക്ഷേ 9.3 ഫോർ അഡൽട്ട്സും 9.7% ഫോർ ചിൽഡ്രൻ, അതാണ് ഇതിൻ്റെ MARD വാല്യൂ. സോ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, പ്രമേഹ രോഗത്തിലെ വ്യതിയാനങ്ങൾ, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്ക് ഷുഗർ താന്നു പോകുന്നു, എന്താണ് ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃത്യമായി സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ബെറ്റർ ആക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് വളരെ യൂസ്ഫുൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നന്ദി, നമസ്കാരം.